മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീട് നിർമ്മാണത്തിൽ ലീഗിന് പിന്നാലെ കോൺഗ്രസും വിവാദത്തിൽ. 100 വീടുകൾ നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം. എന്നാൽ ഒരു വർഷമായിട്ടും വീട് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. സ്ഥലം കണ്ടെത്തുന്നതിലും വിവാദം തുടരുകയാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്ത ഉൾപ്രദേശമാണ് വലിയ വില കൊടുത്ത് വാങ്ങുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. നേതാക്കൾ വൻ തുക കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും വിവാദം പുകയുകയാണ്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മുസ്ലിം ലീഗ് മേപ്പാടി പഞ്ചായത്തിൽ അധിക വില നൽകി തോട്ടഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വൻ വിവാദവും അഴിമതി ആരോപണവും കൊഴുക്കുന്നതിനിടെയാണ് കോൺഗ്രസിനെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നത്. രാഹുൽ ഗാന്ധിയും KPCCയും പ്രഖ്യാപിച്ച 100 വീട് പദ്ധതിക്കായി ഇതുവരെ സ്ഥലം വാങ്ങുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ലാത്ത പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കെ ധൃതി പിടിച്ച് ഭൂമി വാങ്ങാൻ ശ്രമം നടത്തുകയാണ്. ആകെ പിരിച്ചു കിട്ടിയത് 3,14,00,000 രൂപ മാത്രമാണ്. ഈ തുക കൊണ്ട് സ്ഥലവും വാങ്ങി എത്ര വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ പറ്റുകയെന്ന് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു. തൃക്കൈപ്പറ്റ വില്ലേജിലെ പാർട്ട് 2-ൽ ഏഴംചിറയിൽ ഇടനിലക്കാർ മുഖാന്തരം ഭൂമി കണ്ടെത്തി കച്ചവടം ഉറപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. സ്ഥലം തോട്ടഭൂമിയാണെന്നും അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റു ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലാത്ത ഉൾപ്രദേശമാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ജില്ലയിലെ നേതാക്കളോട് ആലോചിക്കാതെ സംസ്ഥാന നേതാവായിട്ടുള്ള MLA നേരിട്ടാണ് ഇടപാടുകൾ നടത്തുന്നതെന്നും ആരോപണമുണ്ട്. മതിപ്പ് വിലയേക്കാൾ കൂടുതൽ വില നൽകിയാണ് സ്ഥലം വാങ്ങാൻ നീക്കം നടത്തുന്നതെന്നും പറയപ്പെടുന്നു. ചില നേതാക്കൾ വൻതുക കമ്മീഷൻ വാങ്ങിയാണ് ഭൂമി ഇടപാട് നടത്തുന്ന ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഭൂമി ഇടപാട് വിവാദത്തിലായ സാഹചര്യത്തിൽ ഭൂമി സംബന്ധമായ ഒരു പഠനമോ വിദഗ്ധ പരിശോധനയോ നടത്താതെ ഭൂമി വാങ്ങലുമായി മുമ്പോട്ട് പോകുന്നതിൽ വയനാട് DCCയിലെ ഒരു വിഭാഗം എതിർപ്പറിയിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.